ഇന്ന് 10ാമത്തെ ദിവസമാണ് നമ്മുടെ, അല്ലെങ്കിൽ ഇന്ന് 21ാമത്തെ ദിവസമാണ്. നമുക്ക് എന്തായാലും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. അത് രക്ഷയില്ലാത്ത വൈബേ ചെയ്യുന്നുണ്ട്. ഇവളൊക്കെ അത് മിസ് ചെയ്ത് പോകും. വലിയ തിരക്കില്ലാത്ത രീതിയിൽ അങ്ങനത്തെ കാണുമ്പോൾ പിന്നെ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തൊന്നും പുറത്ത് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. വൈകുന്നേരം ചെറിയ ഉത്സവ പരിപാടി ഉണ്ട്. നമുക്ക് ഇനി എക്സ്ക്യൂസ് ഇല്ല. ഇന്ന് മനസ്സിലായി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് നമ്മൾ നടക്കാൻ ഇറങ്ങി. ഇന്ന് 10ാമത്തെ ദിവസമാണ് നമ്മുടെ 75 ആർഡിൽ. ശരിക്കും എന്ന് വെച്ചാൽ കഴിഞ്ഞത് ഫെയിൽ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് 21ാമത്തെ ദിവസം ഉണ്ടാവുക. അത് പോട്ടെ, അതെന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കെന്തായാലും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഒക്കെ നല്ലതിനാണ്. ഓൾ ഈസ് വെൽ. നമുക്ക് നേരെ ജിമ്മിലേക്ക് പോവാം. ഓക്കെ. ഇന്ന് നമ്മുടെ ആകാശം കാണാൻ ഒരു രക്ഷയില്ലാത്ത വൈബേ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചെന്നൊരു ഒരു ഓറഞ്ച് മഞ്ഞ കളറിലുള്ള ആകാശം, തണുപ്പും നല്ലൊരു വൈബേ. നമ്മുടെ ക്യാരക്ടറിൽ നമ്മളെ ഹാബിറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ തന്നെ എന്തൊക്കെ നല്ല നല്ല സാധനങ്ങൾ നമ്മളെ മുന്നിലേക്ക് വരണമെന്നുള്ളത് ഞാൻ അപ്പോഴാണ് ആലോചിച്ച്. നമുക്ക് ആസ്വദിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴൊക്കെ അത് മിസ് ചെയ്ത് പോവാൻ എനിക്ക് ശരിക്കും മനസ്സിലായി. ശരിക്കും ഞാൻ റിയലൈസ് ചെയ്ത് ഇപ്പോഴാണ്. അങ്ങനെ നമ്മൾ രാമനാട്ടിലെത്തി, നമ്മുടെ ജിമ്മിൻ്റെ താഴെ എത്തി. ചെക്കനത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തിരക്കൊന്നും വലിയ തിരക്കില്ലാത്ത രീതിയിൽ രാമനാട്ട് കാണുമ്പം അതൊരു പ്രത്യേക രസമാണ്. അങ്ങനെ നമ്മൾ നേരെ ജിമ്മിലേക്ക് എത്തി. ആളുകളെ കുറവാണ്. എന്നും നേരെ ആയിരുന്നു. അതിൽ അതേപോലെ തന്നെ നേരെ വൈകി വന്നിട്ടുണ്ട്. ഒരു മാറ്റമില്ല. ഇന്ന് നമുക്ക് ഷോൾഡറിന് കളിക്കും. നല്ല അടിപൊളിയായിട്ട് ഷോൾഡറിനൊക്കെ കളിച്ച് പിന്നെ ചെറിയ ഇതിലൊന്ന് പോസ് ചെയ്ത് വെച്ചു. കണ്ണാടി നടി ചെറിയൊരു പോസ് ചെയ്തു. പിന്നെ അതിന് പോസ് ചെയ്യാൻ പറ്റത്തൊന്നും അവൻ പുറത്ത് ഇറങ്ങി പോസ് ചെയ്തു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ സ്ഥിരം റൊട്ടീൻ ഇന്ന് കടലും പയറും സെറ്റാക്കി വെച്ചിരുന്നു. അതൊക്കെ അടിച്ച് നല്ല ഉഷാറാക്കി തോന്നിയ സമയത്ത് നീച്ച് തോന്നിയ സമയത്ത് ഫുഡ് കഴിക്കണം. ഞാനിപ്പോൾ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണേ. എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് ഇപ്പോൾ. ഹായ്. അപ്പം ഇന്നത്തെ ബുക്ക് വായിക്കാനുള്ള പരിപാടി സെറ്റാക്കട്ടെ. ഇന്നത്തെ 10 പേജ് ക്ലിയർ ആക്കണം. ഇന്ന് വൈകുന്നേരം ചെറിയ ഉത്സവ പരിപാടി ഉണ്ട്. അവിടുത്തെ വിശേഷം പാടി നമുക്ക് കാണാം. എന്തായാലും നമുക്ക് ബുക്ക് വായിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ 3ാമത്തെ കുപ്പി വെള്ളമാണ് കേട്ടോ. 2 കുപ്പി വെള്ളം പാടെ വായിക്കുള്ളൂ. പിന്നെ വൈകുന്നേരത്തെ ബാക്കിയൊക്കെ നമ്മൾ സെറ്റാക്കി. ഇന്ന് 10ാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ശരിക്കും 21ാമത്തെ ദിവസം ആവേണ്ടതാണ്. പക്ഷെ നമുക്കന്ന് ജിമ്മിൽ പോകാൻ പറ്റിയില്ല. ഇതൊരു എക്സ്ക്യൂസ് പറയില്ല. നമ്മൾക്ക് ഇനി എക്സ്ക്യൂസ് ഇല്ല. അതാണ് ഏറ്റവും വലിയ സത്യം. എക്സ്ക്യൂസ് നമ്മൾ എടുക്കൂല. മാക്സിമം നമ്മൾ പറ്റണം അത്ര ചെയ്തിരിക്കും. ഒരു തെറ്റ് നമുക്ക് പറ്റിപ്പോയി. ഇനി ആ തെറ്റ് പറ്റാണ്ട് നോക്കാനാണ് ഇനി ശ്രമിക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും ബുക്ക് വായിക്കട്ടെ. അതിൽ നല്ല അടിപൊളി ഇപ്പൊ ഇനി വായിക്കാൻ പോകുന്നതിൽ നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും വായിച്ചിട്ട് വരാം കേട്ടോ. ഇന്ന് മനസ്സിലായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഹാബിറ്റ് പറഞ്ഞാൽ ഈ ഫോം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മാറ്റിയെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. നമുക്ക് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതൊക്കെ ഉദാഹരണമാണ്. നമ്മൾ അഡിക്റ്റ് ആയി പോകും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഹാബിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത്രയും നല്ല ഹാബിറ്റ് മാത്രം സെലക്ട് ചെയ്യുക. ഒരിക്കലും നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു ഹാബിറ്റ് ഒരിക്കലും സെലക്ട് ചെയ്യരുത്. ബാക്കി പരിപാടി കഴിഞ്ഞ് നമ്മൾ നടക്കാൻ ഇറങ്ങി. കർണാട്ടക മുന്നിലുണ്ട്. പാട്ടൊക്കെ പാടേണ്ട ആള്. അങ്ങനെ നടന്ന് നമ്മളെ രാജഗീരിന്റെ മുന്നിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഫറോക്ക് കോളേജ് ബസ്സുകളൊക്കെ ഓട്ടം കഴിഞ്ഞ് നിർത്തിയിരുന്ന സ്ഥലമാണ് കേട്ടത്. ഇതാ രാജഗേറ്റ് എത്തി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫുള്ള് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമുക്ക് ഉത്സവത്തിന് പോകാം കേട്ടോ. ഉത്സവം പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നേരെ നമ്മളെ ടാസ്കുകൾ ടിക്കറ്റാണ്. സെൽഫി എടുത്ത് രാവിലത്തെ വർക്കൗട്ട് സെറ്റാക്കി. 4 ലിറ്റർ വെള്ളം കുടിച്ചു. ഹെൽത്തി ഫുഡായിരുന്നു. 10 പേജ് ബുക്ക് വായിച്ചു. പിന്നെ വൈകുന്നേരത്തെ വാക്കിങ് സെറ്റാക്കി. അപ്ലോഡ് വീഡിയോ സെറ്റാക്കി. ഇതിങ്ങനെ ടിക്ക് ചെയ്യുമ്പോഴുള്ള ആ ഫീൽ ഉണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതൊരു വല്ലാത്ത ഫീലാണ്. നമ്മളൊന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു.